What does that mean, sir? Simple. ലഹളയ്ക്ക് മുൻപും പിൻപും ഇവിടെ നടന്ന സംഭവങ്ങളിൽ കമ്മീഷണർ ശങ്കർ ഈസ് ഇൻവോൾവ്. ഉറപ്പാണത്. Oh Christ. It's shocking. വേറെ നിവൃത്തിയില്ല. കൈയെത്തി പിടിക്കാവുന്നതിനേക്കാൾ ഉയരത്തിലാണ് അയാൾ. പ്രസാദ് സർ, ഈ ഡോക്ടർ വിജയിന്റെ പോസ്റ്റ്മോർട്ടം ഇറ്റ്സ് ഓവർ അല്ലേ? സർ, വൈകിട്ട് 4:30 കഴിഞ്ഞു. ബോഡി ബന്ധുക്കൾക്ക് യു വാസ് ഡ്രഗ്ഡ് റൈറ്റ്? സർ. Damn it. മലയാളം അയ്യോ? Yes, sir. But say... Then read this. Loud. Something sneaky in between the lines. ഈ റിപ്പോർട്ടിൽ എവിടെയോ ഒരു കുരുക്കുണ്ട്. Come on. മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ട്... No, next para. കടുത്ത ഡോസിൽ ലഹരി മരുന്ന് സ്വയം കുത്തിവെച്ചാണത്രേ ഇയാൾ മരണക്കെണിയിലേക്ക് വാഹനം ഓടിച്ചു കയറിയത്. അതിശക്തവും മാരകവുമായ പെത്തഡിനാണത്രേ ഇയാൾ ഉപയോഗിച്ചത്. Yes. That's it. രാവിലെ 11 മണിക്ക് പോസ്റ്റ്മോർട്ടം തുടങ്ങി 4:30 മണിക്ക് അവസാനിച്ചു. ആൻഡ് ദ റിപ്പോർട്ട് ജസ്റ്റ് കെയിം റൈറ്റ്? സർ. അപ്പൊ പിന്നെ ഇന്നലെ രാത്രി അച്ചടിച്ച് ഇന്ന് രാവിലെ 6 മണിക്ക് പുറത്തിറങ്ങിയ തങ്കച്ചന്റെ മോർണിംഗ് ബേർഡിൽ മാത്രം ഇതെങ്ങനെ വന്നു? സംഭവം പെത്തഡിനാണെന്ന് ഹൗ ദ ഹെൽ ഡസ് ഹി നോ? മറ്റൊരു പത്രത്തിലും വരാത്ത ഈ ഹിന്റ്. സർ, അതൊരു പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ പറയും പോലെ മുൻപ് ഇയാൾ ഒരു പെത്തഡിൻ മോഷണ കേസിൽ അക്യൂസ്ഡ് ആയതുകൊണ്ട് ഇവർ ഊഹിച്ചതാണെങ്കിലോ? നോ, സംഭവം എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഊഹിച്ചതല്ലെങ്കിലോ? സിറ്റിയിലെ ട്രാഫിക് ചാർജ് തനിക്കല്ലേ? സർ. Then just kick him in. Stay with him. Part of your police training. അല്ല സർ. വഴിയുണ്ടോ? പറയാം. തനിക്കറിയില്ലേ ഈ നഗരത്തിലെ ഒരു 1-ാം കിട മദ്യപാനിയാണ് തങ്കച്ചനെന്ന്? Go. Grab him. കാണിക്കുന്നു. ആ, അത് തന്നെ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. ഓ, നമ്മളാണോ ഇപ്പൊ ഇടിച്ചതാണല്ലോ? ആ, അതാണ് വാട്ടർ അടിച്ച് വണ്ടി ഓടിച്ചാലുള്ള കുഴപ്പം. ഞാൻ വാട്ടർ അടിച്ച തനിക്കെന്താടോ പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ. അതെ, പോലീസുകാരനായാലും മന്ത്രിയായാലും പത്രക്കാരനായാലും വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. ഈയിടയ്ക്കൊരു മന്ത്രി അടിച്ച് പൂക്കുറ്റിയായി ട്രെയിനിൽ കിടന്ന് കലക്കിയില്ലേ? അതായിരിക്കും ഇൻസ്പിറേഷൻ. ആക്കുന്നോ പന്നപ്പോ? Mind your language. അയ്യോ, ഇവളേതാ ഈ പെങ്കൊച്ച്? പോലീസാണോ അതോ? Shut up, you sock. ഓ, ആ, മതി പിടിച്ച് വണ്ടി കൊണ്ടിട. ഇത് പറയാനാണെങ്കിൽ പിന്നെ ആരെ കഴിവാറ്റാനാണോ താനൊക്കെ കാക്കിയിട്ട് നടക്കുന്നത്? ഫോൺ വെക്കണോ? ബ്ലഡി അറിയില്ല, ഒരുത്തനും അറിയില്ലത്രേ. ഗുഡ് ഫോർ നത്തിങ് ക്ലൗൺസ്. ഈ സിറ്റിയിലെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് കസ്റ്റഡിയിലായിട്ട് 12 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും അയാളെ കൊണ്ടുപോയത് എവിടേക്കാണെന്ന് അറിയില്ലത്രേ. കീഴട്ട് കഴുതകൾ. ഒരു IAS കാരൻ അവന്റെ പുറകെ കടിച്ചു വാലാട്ടി നടക്കാൻ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ, പിന്നെ അവന്റെ ആസനം താങ്ങി കൊടുക്കാൻ നിന്നെ പോലുള്ള ചേറ്റകളും. നോക്കിക്കോ, ഇതിന്റെ പേരില് ഓരോരുത്തരെയും ഞാൻ അനുഭവിപ്പിക്കും. അല്ല സാർ, ഇനിയിപ്പോ നമ്മള് യെസ് കമ്മീഷണർ. ഓഹോ, താങ്ക് യു അനന്തൻ. എനിക്കറിയാം ദാറ്റ് ഗസ്റ്റ് ഹൗസ്. ഓക്കെ, ഞാനിപ്പോ തന്നെ പുറപ്പെടും. പോലീസിനെ കൊണ്ട് കൊള്ളില്ലെങ്കിൽ പിന്നെ വേറെ ആണുങ്ങളോട് തിരഞ്ഞു പിടിക്കാൻ. നോക്കിക്കോ, ഇവിടെ പോലീസിനെ ഭരിക്കുന്ന IAS ആണോ IPS ആണോ എന്ന് ഇന്ന് ഞാൻ തീരുമാനിക്കും. ഐ വിൽ പ്രൂവ് ദാറ്റ്. Come on, you please. Yes, sir. Hot sensational news.
മദ്യലഹരിയിൽ കാറോടിച്ച് നഗരത്തെ കിടുകിട വിറപ്പിക്കുകയും നഗരവീഥിയിൽ ഉടുമുണ്ടുരിഞ്ഞ് നഗ്നതാ പ്രകടനം നടത്തുകയും പോലീസിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത മോർണിംഗ് ബേർഡ് പത്രാധിപർ കണ്ടക്കുഴി തങ്കച്ചൻ ഒടുവിൽ പോലീസ് വലയിലകപ്പെട്ടു. നാളത്തേക്ക് ഒരു 6 കോണത്തിന് വകുപ്പുണ്ട്. എന്താടോ ഒന്ന് കൊടുത്തു നോക്കുന്നോ? എടോ കളക്ടറെ, MP-യുടെ വക പാർട്ടിയും കഴിഞ്ഞ് വരുന്ന വഴിക്കാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. സൂക്ഷിച്ചോ. കണ്ടോ, ഒരു ആവറേജ് മഞ്ഞപ്പത്രക്കാരനേക്കാൾ ശൗര്യമുണ്ട് കണ്ടക്കുഴിക്ക്. പോട്ടെ തങ്കച്ച, ചൂടാവല്ലേ. നമുക്ക് ഈ കള്ളടിച്ച് വണ്ടി ഓടിച്ചതടക്കമുള്ള സകല ചാർജസും അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ ഒരു ചെറിയ കാര്യം, ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം എന്താ പറയൂ. പിന്നെ ഒരു പത്രസ്ഥാപനം വെച്ച് നടത്തുന്ന എന്നോടാണ് വരട്ട്. എടോ, തന്റെ ഈ പോലീസ് മുറ കണ്ട് പേടിക്കണമെങ്കിലേ തകച്ചം വേറെ ജനിക്കണം. കേട്ടോ ചൂത്ത. അവന്റെ ഒരു ഉണക്ക പത്രം, MP-യുടെ വക പാർട്ടി, MP-യുടെ കള്ളു കുടിക്കുന്നവരൊക്കെ പെരുവഴിയിലിറങ്ങി എന്ത് തലവഴിയും കാണിക്കാം. അല്ലെങ്കിൽ ഷാബി ട്രാഷി ഫോർത്ത് റേറ്റ് പത്രം വെച്ച് നടത്തുന്നതിന്റെ പേരില് നിനക്കൊക്കെ എന്ത് തന്തയിലാണ്? സർ പ്ലീസ്. സോറി. പറയടോ, ഡോക്ടർ വിജയന്റെ മരണത്തെ കുറിച്ച് തനിക്ക് എവിടെ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ്? പെത്തഡിനും ബ്രൗൺ ഷുഗറും. നിന്നെ take your hands off him, you fool. You? No. IAS-ന്റെ അഹങ്കാരം വെച്ച് എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന ഈ ചെറ്റർ തണലാവുമ്പോ നിനക്ക് എന്തുവാ വല്ലടാ? Stinky snake. Now I am taking him. ജില്ലാ പോലീസ് കമ്മീഷണറുടെ അധികാരം വെച്ച് show me what you can. മാറോ. Mr. Commissioner. Thank you. I should thank you. എന്തിനാണെന്നല്ലേ പറയാ. മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറിയ ഡോക്ടർ വിജയന്റെ സിരകൾ ഓടിയിരുന്നത് പെത്തഡിനും ബ്രൗൺ ഷുഗറുമാണെന്ന് പ്രവചിച്ച ത്രികാലജ്ഞാനിയെ പറ്റി ഇയാൾ പറയാതെ തന്നെ ബോധ്യപ്പെടുത്തി തന്നതിന്. And it's you. You have answered the question with your presence. എനിക്കറിയാം, ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങൾ ഇവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലൗസി ഗോസിപ്പ് മങ്കറെ രക്ഷിച്ചെടുക്കാൻ നീ ഇത്ര ബന്ധപ്പെട്ട് ഇവിടെ വരില്ലായിരുന്നു. Right? Clap. Okay. Now you leave him. What the hell? Please don't create any fuss. Don't shout and don't panic. I am arresting him. What? Section 44 CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ 44-ാം വകുപ്പ് ഉപയോഗിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന്. Does that make any sense, Mr. Commissioner? വെറുതെ അല്ലടോ. On multifarious charges. That is, for driving under the influence of alcohol. Section 185 Motor Vehicles Act. Punishable as per Section 279 of the Indian Penal Code. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന്.
Then for resisting lawful apprehension, Section 41(1) ECRPC and 224 IPC. പിന്നെ പൊതുസ്ഥലത്ത് ഉടുമുണ്ടൊരിഞ്ഞെറിഞ്ഞതിന് offense to public tranquility 292 IPC and Section 353 IPC for assaulting a police officer. നിങ്ങളിൽ ഒരുത്തന്റെ ചെകിടത്തടിച്ചതിന്. പിന്നെ ആ പത്ര റിപ്പോർട്ടിലെ സൂചനകളുടെ പേരിൽ വേണ്ടി വന്നാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ റെലവന്റ് വകുപ്പുകളും. എന്താ എന്റെ നിയമപരമായ ഔദ്യോഗിക അധികാരങ്ങൾ ലംഘിച്ച് ഇവനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകാൻ ചങ്കൂറ്റമുണ്ടോ തനിക്ക്? Then come on, do it. നിന്റെ ഈ ധിക്കാരമുണ്ടല്ലോ, നിയമപരമായ അധികാരം വെച്ചുള്ള ഈ തിളപ്പ്, ഇതിന് ശങ്കർ മറുപടി പറയുന്നത് ഈ യൂണിഫോമിന്റെ ബലം വെച്ചായിരിക്കില്ല. പകരം നിന്നെയൊക്കെ ചവിട്ടിയരയ്ക്കാൻ കെൽപ്പുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ചായിരിക്കും. നോക്കിക്കോ. പൊളിറ്റിക്കൽ സ്ട്രെങ്ത്. നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല, ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാസ്റ്ററേഷൻ. വരിയുടയ്ക്കപ്പെട്ടവന്റെ അടിമത്തം. അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മറപ്പില്ലാത്തവന്റെ ഷണ്ടത്വം. Now take your ugly hands off, you nasty ass. പുല്ലേ, ദായി അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. നിനക്കതറിയില്ല. Now you just wait and see. Good morning, sir. Good morning. എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. I am Sanjay. From Bombay? Yeah. Welcome, sir. സർ, സിഗരറ്റ്. Thank you. Room number 502. യോ കീ സർ. Excuse me. കഴിഞ്ഞ രാജ്യത്തെ ലോക്കൽ എഡിഷൻ പത്രങ്ങളുടെ ഒരു കോപ്പി എനിക്ക് റൂമിൽ എത്തിച്ചു. Sure. യെസ്, കണക്ട് ചെയ്യൂ. Sir. ഹലോ, എസ് ഐക്ക് ഒന്ന് കൊടുക്കാമോ? ഗുഡ് മോർണിംഗ് സർ, ഐ എം സഞ്ജയ് ഫ്രം ബാംഗ്ലൂർ. സാർ, എനിക്ക് ആ ഡോക്ടർ വിജയന്റെ മരണത്തെക്കുറിച്ച് ചില ഡീറ്റെയിൽസ് അറിയാനുണ്ടായിരുന്നു. നോ, ബന്ധുവല്ല, ഐ ആം ഫ്രം ദി പ്രസ്. ഇല്ല, ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് ഞാൻ ഒരു ജനറൽ ഫീച്ചർ തയ്യാറാക്കുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്. Can you help me? ഓഹോ, then ഇൻവെസ്റ്റിഗേഷൻ ചാർജ് ആർക്കാണ് സർ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ. ഡിവൈഎസ്പി ചാക്കോ. ഇവിടെ ഇപ്പൊ തനിക്ക് തരാനായിട്ട് എന്റെ ഒരു വിവരമില്ല, ഒരു പൂട്ടുമില്ല. ഗ്യാസിന് ഇവരാ പോസ്റ്റ് താറാമുട്ട. പ്ലീസ്, എനിക്കങ്ങനെ കൂടുതൽ വിവരമൊന്നും വേണ്ട. ഈ ഡോക്ടർ വിജയന്റെ മാത്രം. അല്ലെങ്കിൽ തന്നെ കുറെ പത്രക്കാരൻ ഉരത്തിയാലുടനെ നാട്ടിലെ കഞ്ചാവോടെയും ചരസടിയും അങ്ങ് നിൽക്കാൻ പോവല്ലേ. പോയി ചുമ്മാ വല്ല കെട്ടുകഥ എഴുതി വിടറോ. ചേട്ടാ പുല്ലേ, ഇയാളെ ചെവിക്കകത്ത് എന്നതാ ഉണ്ടയാണോ? ഈ കേസിന്റെ കാര്യം പറഞ്ഞ കളക്ടറും അയാളുടെ പിടിച്ചുവെപ്പുകാരൻ ACPയും പിന്നെ അവന്റെ കൊച്ചമ്മാവന്റെ മറ്റവൻ എല്ലാവരും കൂടെ അല്ലെങ്കിൽ തന്നെ കൂടെ നല്ല പുകല. അന്നേരമാ പിന്നെ തന്റെ ഒരു അല്ല, ഈ പ്രശ്നത്തിൽ എന്താ സാർ കളക്ടറും മറ്റും ഇടപെടാൻ? അയ്യടാ, അതിനിടയ്ക്കോട്ട് ഇയാളൊരു ചോദ്യം അങ്ങ് തള്ളി നോക്കുക. കയറുവോ ഒന്ന്? എടോടോ, താനൊന്ന് എഴുതേട്ടെ. മിസ്റ്റർ ചാക്കോ. ആഹാ, സാറേന്ന് വിളിച്ചവൻ ഇപ്പൊ മിസ്റ്റർ ചാക്കോന്നാ. എഴുതേക്കണ അവിടുന്ന് പോടേപ്പാ. മര്യാദയ്ക്ക് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? പട്ടി ഓടിച്ചു നിന്നെ ഞാൻ. എടുക്കടാ കയ്യ്. കൈയെടുക്കടാ. ഇത്രയും നേരം നിന്റെ വായിന്ന് വീണ നാരത്തരം മുഴുവൻ കേട്ടിരുന്നപ്പോ ഞാനത് ദൂത്ത പത്രക്കാരാന്ന് വിചാരിച്ചു. എടോ, നിന്റെ ഈ തോളത്തിരിക്കുന്ന നക്ഷത്രവും കോപ്പും ഒക്കെ ഉണ്ടല്ലോ, ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം പുല്ല് പോലെ വലിച്ചിട്ട് പോന്നവനാ ഞാൻ. അറിയോടോ തേണ്ടി. ഞാൻ അറിയാതെ. ഇപ്പൊ നീ ഒന്നും അറിയണ്ട, പക്ഷെ ഇനി ഞാൻ വരും. അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മണി പോലെ ഉത്തരം പറഞ്ഞ ഇടിച്ചു നിന്റെ പൊണ്ടഞ്ഞ നടക്കും. നോ, മാനാഞ്ചറ മൈതാനം അലക്കി വെളുപ്പിച്ച് മനോഹരമായ പുൽത്തകടിയും പുറമതിലും
അലങ്കാര വിളക്കുകളും മ്യൂസിക്കൽ ഫൗണ്ടനും പിന്നെ തായാന്നങ്ങളിൽ ടിക്കറ്റ് വെച്ച് നഗര സൗന്ദര്യ വാണിഭം. സർ, മേ ഐ കം ഇൻ? സോറി, ദാറ്റ്സ് നോട്ട് മൈ സ്റ്റൈൽ ഓഫ് ഡെവലപ്മെന്റ്. പകരം ഓടകളേക്കാൾ പുഴുത്തുനാറി കൃമി നുരയ്ക്കുന്ന കോളനികളുണ്ട് ഈ നഗരത്തിൽ. അവിടെ നിന്ന് ആരംഭിക്കണം നഗരവികസനം. കുടിവെള്ളമില്ലാത്തവന്റെ നഗരത്തിന് സംഗീതം പൊഴിക്കുന്ന ജലധാരയല്ല വേണ്ടത്. ഇറ്റ്സ് ലക്ഷറി, ഇറ്റ്സ് എക്സ്ട്രവാഗൻസ്. ഇവിടെ കിടപ്പാടമില്ലാത്തവനൊരു കൂര വേണം. പിന്നെ പബ്ലിക് ഫെസിലിറ്റീസ് വേണം. ഈച്ചയും കൊതുകും കൂത്താടിയും ഇല്ലാത്ത ശുചിത്വം വേണം. ചാലിയാറിലേക്ക് ഒഴുകുന്ന വിഷം തടയണം. ദാറ്റ്സ് മൈ കൺസെപ്റ്റ് ഓഫ് ക്ലീൻ സിറ്റി. അല്ലാതെ പൊടിക്കൈകളും പത്രത്തിൽ പടവും പബ്ലിസിറ്റി സ്റ്റണ്ടുമല്ല എനിക്ക് കളക്ടർഷിപ്പ്. യെസ്, ദാറ്റ്സ് ആൾ. യു ക്യാൻ പ്രിന്റ് ഇറ്റ് റൈറ്റ്. ഓക്കെ? ആ, പറയണം. എടാ കള്ള കഴിവേറി. My goodness, it's pretty long time. and you are still firebrand. നീ ഇത് എവിടെ നിന്ന് ചാടി? And you look tired. Just a minute. എന്താ നിന്റെ ഫേവറേറ്റ്? ഇപ്പോഴും ബ്ലാക്ക് ടീ തന്നെ? ലൈക്ക് മീ? ബാല, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നല്ല ഒന്നാന്തരം ചായ വേണം. ബ്ലാക്ക് ടീ. കമാ. IPS പഠിപ്പ് മതിയാക്കി നീ അക്കാദമിയിൽ നിന്ന് ചാടി പോയതിനു ശേഷം നമ്മൾ കാണുന്നത് ഇതാദ്യമാണ് അല്ലേടാ? യെസ്. ഇടയ്ക്ക് നിന്റെ പഴയ ഗേൾ ഫ്രണ്ട് നിരഞ്ജനെ കണ്ടു. ഡൽഹിയിലൊരു ഗെറ്റ് ടുഗദർ. അവളടക്കം അവിടെ കണ്ട സകല ബാച്ച്മേറ്റ്സിനോടും തിരക്കി. യു ജസ്റ്റ് വാനിഷ് ഇൻ ടു ദ ബ്ലൂ. അതിലേറെ നിന്നെക്കുറിച്ച് ആർക്കും ഒരു ചുക്കും അറിയില്ല. എന്താണ് ഇപ്പം നിന്റെ പരിപാടി? പോലീസ് ആയില്ലെങ്കിലും വാസനാബലം മറന്നില്ല. ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങി ഇൻ ബോംബെ. യു മീൻ ദ പ്രൈവറ്റ് ക്രാപ്പ്? നഗരത്തിലെ പ്രമാണിമാരുടെ കിടപ്പറ രഹസ്യങ്ങൾ, കുബേരഗ്രഹങ്ങളിലെ കൊച്ചമ്മമാരുടെ സംസർഗദോഷങ്ങൾ, പിന്നെ പെറ്റി ബ്ലാക്ക് മെയിലിങ്ങും കോൺ ജോബ്സും കോട്ടും തൊപ്പിയും 007 സ്റ്റൈലും. കൊള്ളാം. ഛോട്ടാ ഡിറ്റക്റ്റീവ് അല്ലേ? അതും 82 ബാച്ചിലെ ഏറ്റവും പ്രോമിസിംഗ് IPS റോ മെറ്റീരിയൽ. ഏറ്റവും അധികം കോളിളക്കം ഉണ്ടാക്കിയ അക്കാഡമി ഡ്രോപ്പ് ഔട്ട്. നിനക്ക് എന്ത് പറ്റിയതാ? ഏയ്, ഇത് നീ പറയുന്ന പോലൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങാൻ വാപൊളിച്ചെടുക്കുന്ന ചില വൻകിട കമ്പനികളിലെ കോർപ്പറേറ്റ് ജയൻസ്, അവർക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന മാന്യമായ ചാരവൃത്തി. ബിസിനസ് ഇൻവെസ്റ്റിഗേഷൻ. That's all? യെസ്. എന്നിട്ട് how's it? നോട്ട് ബാഡ്. ഡൽഹിയും ബാംഗ്ലൂരും അടക്കം 4 ബ്രാഞ്ചസ്. ഇറ്റ്സ് പേ. And what brings you here? കോർപ്പറേറ്റ് ഭീമന്മാരും വമ്പൻ കുത്തകളൊന്നും ഇല്ലാത്ത എന്റെ ഈ പാവം നഗരത്തിൽ നിനക്കെന്താടാ മിഷൻ? ഏയ്, do I see a pile of gloom? എന്ത് പറ്റി സിന്ധു? എന്താണ് നിന്റെ പ്രശ്നം? Tell me. പറയാം. പണ്ടൊരിക്കൽ അക്കാഡമി ഹോസ്റ്റലിൽ വെച്ച് ഞാനൊരു കത്ത് വായിച്ച് കേൾപ്പിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നും രാത്രിയിൽ ദുസ്വപ്നം കണ്ടുണരുന്നതിനെ കുറിച്ചും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോകുന്നതിനെ കുറിച്ചുമല്ല ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും എഴുതി നിറച്ച എൻ്റെ അനിയൻ്റെ കത്ത്. യെസ്, ഫ്രം ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്. അവനിപ്പോ ഈസ് നോ മോർ. അവൻ്റെ മരണം അന്വേഷിച്ചാണ് ഞാൻ വന്നത്. യെസ്, കാർ അപകടത്തിൽ മരിച്ച ഡോക്ടർ വിജയ്. ദാറ്റ് വാസ് ഹിം, എൻ്റെ അനിയൻ. കഴിഞ്ഞ തവണ ഒരാഴ്ച എൻ്റെ കൂടെ വന്ന് ബോംബെ താമസിക്കുമ്പോൾ അവൻ വളരെ നോർമലായിരുന്നു. വിവാഹത്തെക്കുറിച്ചൊക്കെ അവൻ എന്നോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു. ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും മയക്കുമരുന്ന് കൈകൊണ്ട് തൊടില്ല എന്ന് കഴിഞ്ഞ കാലത്തും എനിക്ക് വാക്ക് തന്നതാ. പിന്നെ വീണ്ടും അവൻ ഡ്രഗ്സിലേക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ എവിടെയോ ഫൗൾ പ്ലേ സംഭവിച്ചു. യെസ്, ദർ ക്യാൻ ബി എ ചാൻസ്. പക്ഷേ ആ തങ്കച്ചന്റെ പത്ര റിപ്പോർട്ടും കമ്മീഷണറുടെ കോലാഹലം ഉണ്ടാക്കിയ സംശയങ്ങളുമല്ലാതെ നമുക്ക് കോൺക്രീറ്റ് ലീഡ്സ് ഒന്നുമില്ലടാ സോഫാർ. നീ എന്താ ആലോചിക്കുന്നത്? ജോസഫ്, എനിക്ക് അവൻ്റെ വണ്ടി ഒന്ന് കാണും. വൈ? അത് യെസ്, ഐ നോ. വി ഷുഡ് ട്രൈ ദാറ്റ്.
പ്രസാദ്, can you come over? Thank you. ഉള്ളിലൊന്നുമില്ല, ശുദ്ധശൂന്യം എന്ന് അന്ന് ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു സർ. ദാ ഇത് ഈ ക്യാമറയ്ക്കുള്ളിൽ നിന്ന് കണ്ടുപിടിച്ച വിരലടയാളം. മധുവിന്റെ ബോഡിയിൽ നിന്ന് നമ്മൾ എടുത്ത പ്രിന്റുമായി മാച്ച് ചെയ്ത് നോക്കി സർ. ഇത് അയാളുടേതല്ല. സോ മധുവിന്റെ ക്യാമറയ്ക്കുള്ളിൽ നിന്നും ഫിലിം നീക്കം ചെയ്തത് ഇതിന്റെ ഉടമസ്ഥനാവണം അല്ലേ സർ? അപ്പോ മധു കൊല്ലപ്പെട്ടതാണ് എന്ന നമ്മുടെ അസംഷനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതൊരു പക്ഷേ അയാളെ കൊന്നവന്റെ വിരലടയാളം തന്നെ ആവാം, അല്ലെങ്കിൽ അയാളുടെ കൂട്ടാളിയുടെ. റൈറ്റ് സർ. ദെൻ വിജയന്റെ കാറിൽ നിന്നും നമ്മൾ ട്രേസ് ചെയ്ത് ഫ്രിഞ്ച്. ദാ ഇത് അതിൽ നിന്നും കിട്ടിയ വിരലടയാണ്. both are same. So that much we know. മധുവിന്റെയും വിജയന്റെയും മരണത്തിന് പിന്നിൽ there is a common factor. ദാ ഇവൻ. മറ്റൊരു കോമൺ ഫാക്ടർ കൂടെ ഉണ്ട് ജോസഫ്. ദാ ഇതും അവന്റെ കാറിൽ നിന്ന് കിട്ടിയതാ, അവന്റെ ഡയറി. അവൻ മരിച്ച ദിവസം തന്നെയാ ഇത് എഴുതിയിരിക്കുന്നത്, ശങ്കറിന്റെ നമ്പർ. ഗുഡ് വർക്ക് സഞ്ജയ്. ഇനി ആ പട്ടിയെ പിടിച്ച് അകത്താക്കണം സർ, അതാ വേണ്ടത്. ഏയ് കമാൻ. നോ, വിൽ കീപ് എ ലോ പ്രൊഫൈൽ. ആഞ്ഞടിക്കാൻ കുറെ കൂടെ കൃത്യമായ ഒരു ആയുധം കിട്ടും വരെ അല്ലടാ. The prize goes to Chaco. അബദ്ധത്തിലാണെങ്കിലും ഇവനെ തിരിച്ചറിഞ്ഞല്ലോ ആ വിധി. ഇവിടെ ഇവൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ നമ്മൾ ചെക്ക് ചെയ്തു. സെയിം ബോംബെ അഡ്രസ്സിലാണ് ഡോക്ടർ വിജയിന്റെ മരണവിവരം അറിയിച്ച് ഇവിടെ നിന്നുള്ള പോലീസ് മെസ്സേജ് പോയിരിക്കുന്നത്. ദാറ്റ് മീൻസ് എ ക്ലീൻ കണക്ഷൻ അല്ലേ? യെസ് സർ, ഇവൻ ആരാണെന്ന് കൃത്യമായി പ്ലേസ് ചെയ്ത് കഴിഞ്ഞ നിലയ്ക്ക് नो नो परसों मुंबई से आ रहा है हमारा साथी ഇവന്റെ സാഹിബ്. കെണിയൊരുക്കുവാനുള്ള ഊഴം ഇക്കുറി നാം അവന് വേണ്ടി നീക്കിവയ്ക്കും. It is as simple as that.
സാർ ഒരു ഫേസ് പോയെന്ന് തോന്നുന്നു. ഹലോ ഹലോ विक्रम हरामजादे, तेरी तो खाल निकाल के रख दूंगा मैं आज. देख, बोलना, नाक काट के रख दिया तूने. हाँ? क्या समझते हैं अपने आप को? मैं तो तेरी खाल छीन के रख दूंगा. देखना अंगार को, देखना क्या समझता है. विक्रम, ये क्या हो रहा है विक्रम? क्या हो रहा है? इस साले कुत्ते ने अपने सारे प्लान बर्बाद कर दिए. इस सुअर के बच्चे को आज इस अंगार में भून के अब छोड़ दो विक्रम. जेके प्लीज डोंट. छोड़ना यार. जेके मेरी बात सुन. इस साले ने क्या गर्दी उसी का है? फिर गर्दी तेरा है विक्रम, सिर्फ तेरा. ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് യന്ത്രത്തോക്ക് സംസ്കാരം ഇറക്കുമതി ചെയ്യാനെത്തിയ വീരശൂര പരാക്രമിയായ വിക്രം ഖോർപ്പടെ ശത്രുവിനെ നിഗ്രഹിച്ചു വരാൻ നിയോഗിച്ചയച്ചത് ഇവരെ പോലുള്ള പീറകളായതുകൊണ്ട്. तूने भेज दिया ना जैसे खैर लोगों को, इसलिए. देखा, गाली तो सिर्फ अपन को मिलता है ना. क्या और सुनना चाहता है तू? सरफा, सब लोग निकल जाओ यहां से. और फिर ഫോറൻസിക് സെന്ററിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ആളാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് തന്നെ ഭാഗ്യം. ये सही कहता है भाई साहब. इस खेल में कभी कभी हार भी होता है ना. आप उनको बताओ कि आप उन क्या काम करेंगे. आप ഫോർഗെറ്റ് ദി എപ്പിസോഡ്സ്. അവർ സുനോ, ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് നിന്റെ മസിൽ പവർ മതി, മണ്ട വേണ്ട. आज से सभी प्लानिंग हम खुद करता हूं, ठीक है? ठीक है बाबा. ताकत मेरी और दिमाग तुम्हारा.
बिल्कुल चलेगा। अबे ओए, कौन है वहां पे? साहब मिनिस्टर आया है। നമസ്കാരം. നമസ്കാരം ജി. ജോൺ വർഗീസ്. एक बार मिला था ना आपसे बम्बई में? മിലാദ. അത് പണ്ട് വേറെ ഏതാണ്ടൊരു ഏർപ്പാടിനാണ്. അയ്യോ എന്തൊരു ഓർമ്മശക്തി. എന്റെ പൊന്നച്ചോ നമിച്ചിരിക്കുന്നത്. കയ്യാത്തോ? നിങ്ങളുടെ ഈ താവളം വരെ ഒന്ന് എത്തിപ്പെടാൻ പെട്ട പാട്. അല്ല വെടിയും വേളമൊക്കെ കഴിഞ്ഞതിന്റെയാ. വയനാട്ടിൽ നിന്ന് ഇവിടം വരെ വഴിനീള ചെക്കി. എന്റെ തല പുറത്ത് കാണിക്കാൻ പറ്റിയാല. പിന്നെ ഇയാളെല്ലാം മാനേജ് ചെയ്തു. ടെൻഡർ മുതൽ ഇങ്ങോട്ട് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. പോലാഥാന പ്രമോദ് ദാസ് ഗുപ്ത ആൻഡ് സൺസ് കൽക്കട്ട. ഇവരുടെ കയ്യിൽ നിന്ന് ഇയാള് റൂറൽ ഇറിഗേഷനുള്ള വേൾഡ് ബാങ്ക് സ്കീമിൽ പെടുത്തി പൊട്ടിയതും പറഞ്ഞതും എല്ലാം കൂടി ഒരു 250 crores പൈപ്പ് വാങ്ങിച്ചു. വാരി കോരി കൊടുക്കാൻ നാട്ടിൽ കണ്ടപാനം വെള്ളമുണ്ടായിട്ടൊന്നുമല്ല. പൊട്ടിയതായാലും പറഞ്ഞതായാലും പൈപ്പല്ലേ പൊന്നെ. വെറുതെ മണ്ണിന്റെ അടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെണ്ണി നോക്കാനാ? അല്ലേ വിക്രംജി? അറ്റ് 20% കമ്മീഷൻ, അതായത് 50 കോടി. ഡീൽ സൈൻ ചെയ്ത അന്ന് തന്നെ കൽക്കട്ടയിലെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുവന്ന് അവർ ഇയാൾക്ക് 15 കോടി കൊടുത്തു. 15 crores. അത് ഇയാൾ ഒറ്റയ്ക്ക് അങ്ങ് വിഴുങ്ങി. അയ്യോ, ആ 15-ല്ലയോ നമ്മുടെ ഇട്ടിച്ചിന്റെ പേരില് കുളത്തൂപ്പുഴയില് ഇല്ല 2000 ഏക്കർ. പിന്നെ ബാക്കി ബാക്കി ഇത്തവണ ലോക മലയാള സമ്മേളനത്തിന് അമേരിക്കയിൽ ചെല്ലുമ്പോ ഒരു കൊച്ചു മീൻപിടുത്ത കപ്പലിന് അഡ്വാൻസ് കൊടുക്കാൻ പാകത്തില് ഡോളറാക്കി തരാമെന്ന് ഏറ്റതാ ആ ഒടുക്കം ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം മൂക്കറ്റം കടത്തിലായിപ്പോയി പൊന്നച്ചോ. മതി. ഡൽഹിയിൽ നിന്ന് 1-2 തവണ ഞാൻ ഈ ഗുപ്തയെ നേരിട്ട് വിളിച്ചു നോക്കി. ബട്ട് ഓഫ് നോ യൂസ്. ബംഗാളിൽ നിന്നുള്ള 2 MP ഇവന്റെ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന് ചുമ്മാ ശമ്പളവും പക്സും വാങ്ങുന്നവരാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അവൻ വകവച്ചില്ല. പാലി ഹിൽസിലെ വെപ്പാട്ടിയുടെ കൂടെ പുറക്കാൻ ഈ ഗുപ്ത മാസത്തിൽ 2 തവണ ബോംബെക്ക് പറക്കും. ദാറ്റ് ഈസ് റൂട്ടീൻ. അവിടുന്ന് അവനെ പോകണം. പിഴിയണം. അവൻ തൂറിക്കൊണ്ട് ബാക്കി പണം തരും. വോട്ട് കാണിക്കണം. ठीक है भाई साहब, खींच के निकालूंगा 35 करोड़ उस गुप्ता साले से. आप उनको 10 करोड़, तेरे को भी 10 करोड़ और चेके को बाकी 15 करोड़. അയ്യോ 25 എനിക്ക് മേ ബാക്കി തും ആപ്പ്. പരമ മാറി. ആപ്പ് കോപ്പ്. യെസ് ഓർ നോ, അല്ലെങ്കിൽ നമുക്കിതിവിടെ ഈ നിമിഷം പൊതിഞ്ഞു കേട്ടാ. അയ്യോ വേണ്ട. യെസ്, 100 വട്ടം യെസ്. സമ്മതിച്ചിരിക്കുന്നു പൊന്നച്ചോ. പിന്നെ താനിപ്പോ സംസ്ഥാന മുഖ്യന്റെ സബ്സേ ബെടാ ചംചയല്ലേ? താഴേന്ന് നക്കി അങ്ങ് മേലോട്ട് ചെല്ലുമ്പം നടുവിൽ വെച്ച് നിർത്തിക്കളയും. അയാളുടെ ചെവി കൂടെ ഒന്ന് ഞർമ്മിക്കണം. എന്നിട്ട് ആ കളക്ടർ കഴിവേരുടെ തൊലിയൊന്ന് ഉരിച്ചെടുക്കണം. കേട്ടല്ലോ? പ്ലാൻ ദാറ്റ്.